ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മമ്മ ആൻഡ് കിഡ്സ് സോൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിന് സൈഡായിട്ട് കറികളോ ഒന്നും വേണ്ട, ഇത് മാത്രം മതി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 1 കപ്പ് ഗ്രീൻ പീസും 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞതുമാണ് വേണ്ടത്. ഇനി ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ അതേ ലെവലിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ 12 എണ്ണമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ മിക്സ് ചെയ്യാൻ ഈ ഹാൻഡ് മിക്സറാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ചപ്പാത്തി കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം. ഞാൻ സാധാരണ ചപ്പാത്തി കുഴക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചിട്ട് ഇത് വെച്ചിട്ട് ഞാനത് മിക്സ് ചെയ്യാണ്. ഇപ്പോൾ ഇത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് 22 to 24 ബോൾസ് വരെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വേടാനും വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു വലിയൊരു പച്ചമുളക് സ്ലൈസ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഗ്രീൻ പീസിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പിടി മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്താൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി മുമ്പ് മാറ്റി വെച്ചിട്ടുള്ള ബോൾസൊക്കെ ഇതേപോലെയുള്ള പത്തിരി പ്രസ് ചെയ്യുന്ന മെഷീൻ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് വിതറിയിട്ടുണ്ട് ആദ്യം. എന്നിട്ടാണ് അത് ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടാണ് ഞാൻ അത് പ്രസ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് പപ്പടത്തിൻ്റെ ആ സൈസിലൊന്ന് പരത്തിയെടുക്കുക. ഇത് ചപ്പാത്തിയുടെ അത്ര സൈസൊന്നും ഇതിന് ആവശ്യമില്ല. അടുത്തതായിട്ട് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ ചപ്പാത്തിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേറൊരു ചപ്പാത്തി എടുത്തിട്ട് അതിന് മുകളിൽ വെച്ച് അതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ വെള്ളപ്പത്തിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ ഭാഗം കൂടിയും അതേപോലെ ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കി എല്ലാതും ചെയ്തെടുക്കാം. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് അത്ര വലിയ ഓയിലി അല്ല. പിന്നെ ഓയിൽ തീരെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുത്താലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്